നമസ്കാരം. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മുസ്ലിം ലീഗിന് പിന്നാലെ കേരള മുസ്ലിം ജമാഅത്തും ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 47 ലക്ഷത്തോളം വരുന്ന മലപ്പുറത്തെ ജനങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളത് എന്ന് നേതാക്കൾ പറയുന്നു. ജില്ല വിഭജിച്ചാൽ സൗകര്യങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അഭിപ്രായപ്പെട്ടത്. കേരളത്തിലെ പല ജില്ലകളിലും 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് ജനസംഖ്യ. ഇതിന്റെ 4 ഇരട്ടി വരും മലപ്പുറത്തെ ജനങ്ങൾ. പ്രവാസികളുടെ എണ്ണം കൂടി ചേർക്കുമ്പോൾ സംഖ്യ ഇനിയും ഉയർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാകുന്നില്ല എന്ന് ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്ന എല്ലാവരും അഭിപ്രായപ്പെടുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും ഒരു അപകടകരമായ ആവശ്യം തല ഉയർത്തുകയാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഉയരുന്നതോടെ മുസ്ലിം ലീഗിന്റെ വാദങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തും ഈ ആവശ്യവുമായി രംഗത്തെത്തിയതോടെ വിഷയം ഒരു ഭരണപരമായ ചർച്ചയിൽ നിന്ന് സമുദായ രാഷ്ട്രീയത്തിന്റെ ഗൗരവമുള്ള അജണ്ടയിലേക്കാണ് മാറുന്നത്. ഏകദേശം 47 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയ്ക്ക് പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂവെന്നും ജില്ല വിഭജിച്ചാൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ഭരണ സൗകര്യങ്ങൾ ലഭിക്കുമെന്നാണ് ഈ സംഘടനകളുടെ വാദം. പുറമേ കേൾക്കുമ്പോൾ ഇതൊരു വികസനപരമായ ആവശ്യമെന്ന് തോന്നാമെങ്കിലും അതിന്റെ ഉള്ളറയിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഗൗരവത്തോടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന ജില്ലകളെ വിഭജിക്കാനോ പുതിയതായി സൃഷ്ടിക്കാനോ അനുവദിക്കുന്നത് ജനക്ഷേമം മുൻനിർത്തിയുള്ള ഭരണ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ മലപ്പുറത്തിന്റെ കാര്യത്തിൽ വർഷങ്ങളായി ചില പ്രത്യേക രാഷ്ട്രീയ മതസംഘടനകൾ ജില്ലയെ സ്വന്തം സ്വാധീന മേഖലയായി മാറ്റിയെടുക്കുകയും ഭരണപരമായ പോരായ്മകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വീണ്ടും വീണ്ടും വിഭജനം എന്ന വാക്ക് ഉയർത്തുകയും ചെയ്യുന്നത് യാദൃച്ഛികമല്ല. ജില്ലയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നു എന്നത് സത്യമെങ്കിൽ അതിന് പരിഹാരം ജില്ല വിഭജിക്കുന്നതിലല്ല, നിലവിലുള്ള സംവിധാനങ്ങളെ സുതാര്യവും ഉത്തരവാദിത്തപരവുമാക്കി പ്രവർത്തിപ്പിക്കുന്നതിലാണ്. കൂടുതൽ ഗൗരവമുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ജില്ല വിഭജിക്കണമെന്ന ആവശ്യം സ്ഥിരമായ ഒരു പ്രത്യേക സമുദായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത്? എന്തുകൊണ്ടാണ് വികസനം എന്ന വാക്ക് ചിലപ്പോൾ സ്വതന്ത്ര ഭരണ ഘടകങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴുതിപ്പോകുന്നത്? കേരളം മതാടിസ്ഥാനത്തിലുള്ള ജില്ലകളായി പുനർരൂപകൽപ്പന ചെയ്യപ്പെടേണ്ട ഒരു ഭൂമിയാണ്. ഇത്തരം ആവശ്യങ്ങൾ നേരിട്ടോ അല്ലാതെയോ സമൂഹത്തെ കൂടുതൽ വിഭജിക്കുകയും സംസ്ഥാനത്തിന്റെ ഐക്യ സ്വഭാവത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യം അവഗണിക്കാനാവില്ല. ഇവിടെയാണ് ശക്തമായ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സബ്കാ നാഥ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന തത്വത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ മതപരമായോ സമുദായപരമായോ പ്രത്യേക അവകാശ രാഷ്ട്രീയം രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും എതിരാണെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വികസനം എല്ലാവർക്കും ഒരുപോലെ എത്തണം. അതിന് ജില്ലകളെ മതരേഖകളിൽ പിരിച്ചെഴുതേണ്ട ആവശ്യമില്ല. മലപ്പുറം വിഷയവും ഈ ദൃക്കോണിൽ നിന്നാണ് കാണേണ്ടത്. വികസനം വേണ്ട, പക്ഷേ വിഭജനം എന്ന പേരിൽ സമുദായ ശക്തി പ്രദർശനത്തിന്റെ ആവശ്യം കേരളത്തിലില്ല. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം വെറും ഒരു ഭരണപരമായ പരിഷ്കാര നിർദ്ദേശമെന്ന നിലയിൽ മാത്രം കാണുന്നത് യാഥാർത്ഥ്യത്തെ അപൂർണമായി മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ജില്ലയെ പ്രതിനിധീകരിച്ച രാഷ്ട്രീയ ശക്തികൾ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകാതെ വീണ്ടും വിഭജനം എന്ന ആവശ്യത്തിലേക്കാണ് മടങ്ങുന്നത്. ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാണ് ഇത് എന്ന് വേണം പറയാൻ. വികസനം ഇല്ല എങ്കിൽ അതിന് കാരണം അന്വേഷിക്കേണ്ടത് ഭരണ നേതൃത്വത്തിലും രാഷ്ട്രീയ ഇച്ഛാശക്തിയിലുമാണ്, ജില്ലയുടെ വലിപ്പത്തിലല്ല. കേരളം ഇതുവരെ നിലനിന്നത് മതേതരത്വത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും ശക്തമായ അടിത്തറയിലാണ്. ജില്ലകൾ മതാടിസ്ഥാനത്തിലല്ല, ഭരണ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത്. ആ പാരമ്പര്യം തകർക്കുന്ന ഏത് നീക്കവും ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല. ഇന്ന് മലപ്പുറം വിഭജനം ആവശ്യപ്പെടുന്നവർ നാളെ മറ്റെന്തെല്ലാം പ്രത്യേക ഭരണഘടനാ ആവശ്യങ്ങൾ ഉയർത്തുമെന്നതും ചിന്തിക്കേണ്ടതാണ്. ഇത്തരം ആവശ്യങ്ങൾ സമൂഹത്തിൽ അവിശ്വാസവും അകൽച്ചയും വർദ്ധിപ്പിക്കുമെന്നത് തീർച്ചയാണ്. ഇന്ത്യയുടെ ഭാവി ശക്തമായ ഐക്യത്തിലാണ്. അതിന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ദൃഢമായ ഭരണ നേതൃത്വം അത് ആവശ്യമാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ദേശീയ ഐക്യം, ശക്തമായ ഭരണ സംവിധാനം, വികസനം, ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ജില്ലാ വിഭജനം പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ജാഗ്രതയും സൂക്ഷ്മതയും അതിലാണ് പ്രസക്തമാവുന്നത്. ഭരണപരമായ മാറ്റങ്ങൾ വേണമെങ്കിൽ അത് രാജ്യത്തിന്റെ ഐക്യവും സാമൂഹിക സൗഹൃദവും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. മലപ്പുറത്തിന്റെ വികസനം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്, അതിൽ സംശയമില്ല. എന്നാൽ അതിന് പരിഹാരം സമുദായ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് പുതിയ ജില്ലകൾ സൃഷ്ടിക്കുന്നതിലല്ല. സുതാര്യമായ ഭരണകൂടം, കൃത്യമായ പദ്ധതികൾ, കേന്ദ്ര സംസ്ഥാന സഹകരണം, ഇവയിലൂടെയാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. വിഭജനം എന്ന വാക്ക് ഉയർത്തി ശക്തി തെളിയിക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം വികസനം എല്ലാവർക്കും എത്തുന്നു എന്നത് ഉറപ്പാക്കുകയാണ് ഉത്തരവാദിത്തപരമായ രാഷ്ട്രീയം.
കേരളവും ഇന്ത്യയും മുന്നോട്ട് പോകേണ്ടത് വിഭജനത്തിലൂടെയല്ല, ഐക്യത്തിലൂടെയാണ്. അതാണ് ശക്തമായ ഇന്ത്യയുടെ വഴി. മോദി സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ ദർശനവും മലപ്പുറം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളും ആ ദർശനത്തിന്റെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥ വികസനം സാക്ഷാത്കരിക്കുക.